ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സിംഗിൾ മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഗൈസ് തുടങ്ങാൻ പോവാണ്. നല്ല പഠിക്കുന്ന കത്താണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സിംഗിൾ മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മൾ ഇന്നലെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വീഡിയോ എടുക്കാൻ പോയിരുന്നു. പക്ഷേ അവിടെ പോലീസ് ഒന്ന് ഭയങ്കര മൊത്തം ചെക്കിങ് ഒക്കെ ആയിരുന്നു കാര്യങ്ങൾ. ഇന്ന് നമ്മൾ പ്രൈവറ്റ് സ്റ്റാൻഡിലാണ്. പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഉള്ളിലേക്ക് കയറിയാൽ അതിൻ്റെ അവസ്ഥ അറിയാമല്ലോ. മൊത്തം ഇതാണ്, ഷോക്കാണ്. പിന്നെ ഇവിടുന്ന് കുറേ ആൾക്കാർ അങ്ങോട്ട് നടന്നു. ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് ഡെമോ നോക്കിയായിരുന്നു, സിനിമ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഡെമോ നോക്കിയായിരുന്നു. അപ്പോൾ അതിൽ രണ്ടുമാർ പറഞ്ഞ് കൽബിനെ കുറിച്ച്. പാവം ചെറുക്കൻ, അവനെ ഒരു തേപ്പിട്ടിരിക്കുന്ന പറഞ്ഞു. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ കൽബ് റിവ്യൂ ഫോർ ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡ് അകത്തേക്ക് നമുക്ക് ലാസ്റ്റ് കയറാം. എന്തായാലും തുടക്കത്തെ റിവ്യൂ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം ബസ് സ്റ്റാൻഡിലേക്ക് കയറാൻ. നമ്മൾ വെയിലാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു വീഡിയോ. ആദ്യം ഫസ്റ്റ് എല്ലാവരും ലൈക്ക് അടിക്കാം. ഈ പോണ ആൾക്കാർ മൊത്തം ഇങ്ങനെ നോക്കുമ്പോൾ, ആ ബസ്സിൽ പോണ ആൾക്കാരൊക്കെ നോക്കുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഇത് ചത്താലും കിട്ടൂല. അത് നമ്മൾ മനസ്സിനുള്ളിൽ വെച്ച് എന്നിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളൊരു കാര്യം ചെയ്യുന്നത് പേടിച്ചിട്ടുള്ള കാര്യം ചെയ്താലാണ് നമുക്ക് അതിന് ധൈര്യം വരുള്ളൂ. മനസ്സിലായോ? നമുക്ക് ധൈര്യം വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള കാര്യം മാത്രം ചെയ്താൽ മതി. അപ്പോൾ ധൈര്യം തന്നെക്ക് വന്നുള്ളൂ, അത്രേ ഉള്ളൂ. എടാ ഒരു 2 മിനിറ്റ് വരുമോ? 2 മിനിറ്റ്. പേരെന്തോ? എടാ പോലെ നിങ്ങൾ ബസ് വരും. കൽബ് മൂവി ഉണ്ടോ? കണ്ടാ? നീ കണ്ടാ കൽബ് മൂവിയുടെ ഒരു എന്താ സംഭവം മനസ്സിലായോ? ലവ് ആണെന്ന് മനസ്സിലായില്ലേ? ലവിനെ കുറിച്ച് പറയാനുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ സിനിമ കാണണം കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ വീഡിയോ ആണ്. ജസ്റ്റ് ഹായ് പറഞ്ഞേര്. ഓക്കെ, പേരെങ്ങനെയാണ്? പേര് അപ്പോൾ ഇടിക്ക്. ഓക്കെ ഓക്കെടാ, ശരിയെന്നാ. അവർ കണ്ടിട്ടില്ല, നമുക്ക് അടുത്ത ആളെ പിടിക്കാം. എന്തായാലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ബസ്സിൻ്റെ അകത്ത് കയറി എടുക്കും. നോക്കാം. ട്രൈ ആരെങ്കിലൊക്കെ ഉണ്ടാവാതിരിക്കില്ല. ഹലോ, ജസ്റ്റ് 2 മിനിറ്റ് വെക്കോ. ഞാനൊരു യൂട്യൂബറാണേ. ഇങ്ങോട്ടൊന്നോ ബസ്സൊന്നും ഇനിയിപ്പോൾ പണിയോ. കൽബ് മൂവി ഉണ്ടോ? കണ്ടില്ല? എൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായോ? മറ്റേ ആ ലവ്. അപ്പോൾ ആ ലവിനെ കുറിച്ച് ഒന്നും പറയണ്ട. പേരെങ്ങനെയാ? അപ്പോൾ ചാനൽ പേര് സിംഗിൾ മച്ചാൻ, സെർച്ച് ചെയ്യാൻ കാണാം. അപ്പോൾ ഒരു ഹായ് പറഞ്ഞേര്. ഓക്കെ, അപ്പോൾ കുറച്ച് പേരും കൂടെ നോക്കാം. എന്തായാലും നമ്മുടെ വീഡിയോ കൺസെപ്റ്റ് വന്നുള്ളൂ. കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും. എന്തായാലും കാണാത്തവർക്ക് എൻ്റെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയി കാണണം. സിനിമ എന്തായാലും പവറാണ്. എടാ ജസ്റ്റ് 2 മിനിറ്റ് വെക്കോ. നമ്മൾ സിനിമയുടെ റിവ്യൂ ആയിട്ട് വന്നാ. കൽബ് കണ്ടാണോ? കള്ളം പറയണേ. നിക്ക് പോലെ കൽബിനെ ആ റിവ്യൂ ഇല്ല, ജസ്റ്റ് പറഞ്ഞാൽ മതി. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ടായിരുന്നു? അതൊക്കെ കണ്ടപ്പോൾ എന്താ ഫീൽ ചെയ്യേ? പേരെങ്ങനെയാ? എൻ്റെ ചാനലൊരു സിംഗിൾ മച്ചാൻ. അപ്പോൾ സെർച്ച് ചെയ്യാൻ കാണാം. ഓക്കെ, അപ്പോൾ പറഞ്ഞേര്. പലർക്കും നാളെ ഇവിടെ ഗേൾസ് പറഞ്ഞു, ബോയ്സ് പറഞ്ഞു വാടക നമുക്ക് അങ്ങോട്ട് പോയാലോ. കുറച്ച് കഴിയുമ്പോൾ പോവാം. സ്റ്റാൻഡ് ഉള്ളിൽ കയറിയിട്ട് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പോവാം. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഹലോ, ഞാൻ ജസ്റ്റ് ഒരു യൂട്യൂബറാണേ. ഒരു സിനിമയുടെ റിവ്യൂ വെച്ച് തന്നാ. കൽബ് കണ്ടോ? കണ്ടാ? അപ്പോൾ കൽബ് കണ്ടിട്ട് അതിൻ്റെ ഫീലിങ്സ് എന്ന് പറയും. എങ്ങനെ ഉണ്ട് സിനിമ? എങ്ങനെ കാണുമ്പോൾ തന്നെ പ്രേമിക്കാനൊക്കെ തോന്നുമോ? അത് പിന്നെ ഇനി അപ്പോൾ അതിൻ്റെ പാർട്ട് 2 അങ്ങനത്തെ എന്തെങ്കിലും വേണമെന്നൊക്കെ ഉണ്ടോ? ഇല്ല, അത് ഓൾറെഡി ഇൻകംപ്ലീറ്റ് അല്ലേ. ഇനി അതിന് പാർട്ട് 2 ആവശ്യമില്ല. ഓക്കെ, ആ ഫീലിങ്സ് ജസ്റ്റ് നല്ലായിരുന്നു. കരഞ്ഞു. ഇവിടെ എന്താ
ആ പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് അമീന. പേര് ഹൻസ. പേര് ചാനലിൻ്റെ പേര് സിംഗിൾ മച്ചാൻ. വീഡിയോ വെള്ളിയാഴ്ച വൈകിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇടിക്കും സെറ്റ്. അത് കുഴപ്പമില്ല, സെറ്റ് ഇടിക്ക്. അപ്പോൾ ശരി എന്നാ. അവർ ഭയങ്കര കോമഡിയാണ്. നമുക്ക് ഇന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്കാണ് പോകാൻ വന്നത്. ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക്. ഓക്കെ കുഴപ്പമില്ല, സ്റ്റിൽ എൻജോയ്. കേസ് അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ വല്ല പിടുത്തൊന്നുമില്ല. കാരണം നമുക്ക് പെർമിഷനൊന്നും ഇല്ലാണ്ട്. എനിക്കറിയാം നമ്മൾ ബസ് സ്റ്റാൻഡിൽ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കണേ. ഓക്കെ അപ്പോൾ സ്റ്റിൽ എൻജോയ്. ആരെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഓക്കെ കേസ് ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ ഇവിടെ ഒഴിഞ്ഞ പ്രദേശം പോലെ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഉള്ള ആളുകളെ വെച്ച് തന്നെ സെറ്റാക്കാം. ഓക്കെ കുറേ ആൾക്കാർ നമ്മൾ ബാക്കിലേക്ക് ചിരിക്കുന്നുണ്ട്. അത് നമ്മൾ മൈൻഡാക്കണം. ഹലോ, ഞാൻ ഒരു യൂട്യൂബറാണേ. ഇല്ല ചോദ്യമൊന്നുമല്ല, ഒരു സിനിമയുടെ റിവ്യൂവാ. ഒരു സിനിമയുടെ റിവ്യൂവാ. കൽബ് കണ്ടാണോ? ഗേസ് അവർക്ക് നാണാണ് ഗേസ്. കുഴപ്പമില്ല ഗേസ്. ഇപ്പം നമ്മൾ മെട്രോയുടെ ഇവിടെ എടുക്കണം. പക്ഷെ നമ്മൾ മെട്രോയുടെ ഇവിടെ എടുക്കണ കൽബിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടിയില്ല. കാരണം നമ്മൾ ഈ സ്ഥലം ചൂസ് ചെയ്തത് വേറൊരു വീഡിയോയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇത് അതിനകത്തില്ല. ഇപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ വീഡിയോ എടുക്കുന്നവർ ബസ് സ്റ്റാൻഡിൽ വീഡിയോ എടുത്തു, അത്രേ ഉള്ളൂ. എന്തായാലും 1, 2, 3 ആൾക്കാരുള്ളെങ്കിൽ നമ്മൾ എന്തായാലും ഏകദേശം ഒരു 10 പേരെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് മാക്സിമം അറിയാം. എന്തായാലും നമ്മൾ വാക്ക് വലിച്ചിട്ടുണ്ട്. ഓക്കെ അപ്പോൾ എൻ്റെ ഒരു റിവ്യൂ കൂടി ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ കൽബ് മൂവി നിങ്ങൾ കാണുകയാണെങ്കിൽ മനുഷ്യന്മാരാണോ, നിങ്ങൾ കരഞ്ഞിരിക്കുക. ആ മൂവി കണ്ടിട്ട് നിങ്ങൾ മനുഷ്യന്മാരാണെങ്കിൽ ആ മൂവി നിങ്ങൾ കണ്ടിട്ട് കരഞ്ഞിരിക്കും. ഉറപ്പാണ്, അത് 100% ഉറപ്പാണ്. പിന്നെ അതാണ് പ്രണയം കേട്ടോ. അല്ലാണ്ട് ചുമ്മാ വവ്വാല് ചൊപ്പിയ മാങ്ങ പോലെ അല്ലേ പ്രണയം. മനസ്സിലായോ? പറയാൻ കാരണം എന്ന് വെച്ചാൽ പ്രേമിക്കുന്നവർക്ക് ആ സിനിമ ആണ്. അപ്പോൾ മനസ്സിലാവും പ്രേമിക്കണം എങ്ങനെയാണെന്ന്. മനസ്സിലായോ? അല്ലാണ്ട് ചുമ്മാ ബാക്കിയുള്ളവരെ കാണിച്ചിട്ട് കൊതിപ്പിച്ച് കളയാൻ വേണ്ടി നല്ല പ്രണയം. ഓക്കെ അതിനകത്തുള്ളൊരു സോങ് ജസ്റ്റ് ഒന്ന് കാണിച്ചു ജസ്റ്റ് എന്നെ കൂടെ പാടാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പാടാം. ഓക്കെ ട്രൈ 1, 2, 3 സ്റ്റാർട്ട്. നിന്നെ കണ്ടെന്ന് എൻ്റെ ഉമ്മ പറഞ്ഞെന്ന്, കിനാവ് പോലെന്ന് നീ നല്ല പെണ്ണെന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് അത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആ ചേച്ചി അയത്താത്ത മരിക്കാൻ നേരത്തും ഇങ്ങനെ വേറൊരു പാട്ട്, അത് കണ്ടേ പറ്റൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ പഠിച്ച് ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് അയക്കുന്നു. ഇനി ആരും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ സ്റ്റാൻഡ് മൊത്തം ഒഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും ക്ലാസ് ഞാനാണെങ്കിൽ വൈകിയാണ്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ വേറെ വീഡിയോ കൂടെ എടുക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കണേ. പിന്നെ ലേറ്റ് പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഇടിച്ച് പൊട്ടിച്ചു തന്നെ ഗൈസ്. ഓൺലി എൻ്റർടൈൻമെൻറ്റ്. ലെറ്റ്സ് ഗോ. ബൈ. എടാ ഒരു 2 മിനിറ്റ് നിൽക്കുമോ? ഗൈസ് ഞാൻ ഏറ്റവും ആദ്യം മറ്റേ പബ്ലിക് വീഡിയോ എടുക്കാൻ വേണ്ടി ഈ കാണുന്ന പ്ലേസ് കേട്ടോ. ഇപ്പോൾ ഇവിടെ കടയൊക്കെ ഒന്ന് പോയി, എല്ലാം പോയി. ഇപ്പോൾ പുതിയ സ്റ്റാൻഡ് അത് ആദ്യത്തെ എൻ്റെ ഫസ്റ്റ് പബ്ലിക് വീഡിയോ എടുത്തത് ഈ സ്പോട്ടിൽ ഇവിടെ നിന്ന് ഗേസ്. ഞാൻ ആദ്യം വീഡിയോ എടുത്തത് എൻ്റെ ഫസ്റ്റ് പബ്ലിക് വീഡിയോ ഈ കാണുന്ന പ്ലേസ് കേട്ടോ. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത്, അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. ഇവിടെ ഈ കടയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഫുള്ള് ഡെവലപ്പായി മൊത്തം അടിപൊളിയാക്കിയിട്ടുണ്ട്. എന്തായാലും ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയാണ്. ഇങ്ങനെ ചേർന്ന് പിടച്ചുകൊണ്ടിരിക്കുക. ആൾക്കാർ നോക്കുമ്പോൾ നമ്മളിങ്ങനെ ക്യാമറയിൽ നോക്കിയുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബസ് വരുമ്പോൾ ആൾക്കാരെ നോക്കും, എന്നാലും കുഴപ്പമൊന്നുമില്ല. സോ ഐ വിൽ എൻ്റർടൈനിങ്, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് കൽബ് വീഡിയോ റിവ്യൂ ചെയ്യാൻ പോണത്. സോ ഒരു പ്രതീക്ഷയില്ല. നല്ല ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടിയാലും ഒരു ഇതില്ല. അപ്പോൾ പവർ അത് ചോദിച്ചെടുക്കാൻ അല്ലെങ്കിൽ പിന്നെ അതായത് കൽബ് മൂവി ഉണ്ടല്ലേ.
കൽബ് അല്ല പുതിയതല്ലേ ആ. ഒരു പുതിയ നടൻ. മറ്റേ അതന്നെ കണ്ടോ അല്ലേ? ആ മൂവിയുടെ ആൾക്കാർ റിവ്യൂ എന്തെങ്കിലും പറയാനുണ്ടോ? കാണണമെന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നാൻ? അതുപോലെ ഇടിക്കും. പേരെങ്ങനെയാ? വിഷ്ണു. ഈ ചാനൽ പേര് സിംഗിൾ മച്ചാൻ. ഓക്കെ, സെർച്ച് ചെയ്ത് കാണാം.